അപ്പൊ നമ്മളെ എപ്പൊ നിൽക്കുന്നത് നമ്മളെ സവാദാക്കാന്റെ വീട്ടിലാണ്. ഇതാണ് നമ്മളെ സവാദാക്ക കോട്ടിലകത്തില്ല. ആ പാമ്പ് വന്ന കിടയാണ്. അപ്പൊ പിന്നെ സവാദാക്കാന്റെ വീട്ടിലുള്ള സവാദാക്കാന്റെ വീട്ടില് എന്താണ് വിറക് വര അല്ലെ, അടുക്കളയോട് ചേർന്നിട്ടൊരു വിറക് വര ഉണ്ട്. അതിലൊരു പാമ്പുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചതാണ്. അപ്പൊ നമ്മള് തന്നെ വിറകെടുക്കാൻ പോയപ്പോ അതായത് ഡോറിന്റെ മേലെ കൂടെ അത് ശരി. ആ ഗ്രിൽസുമ്മ കൂടെ ഒക്കെ കയറും. അപ്പൊ ഡോറിന്റെ മേലെ കൂടെ കയറുന്നത് അവരെ എന്താ പറയാ ജ്യേഷ്ഠന്റെ വൈഫ് കണ്ടപ്പോ എന്താ പറയാ വീട്ടുകാരെ അറിയിച്ച്, അങ്ങനെ നമ്മൾ അറിയിച്ച് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളെ വിളിച്ച സമയത്ത് എന്താ പാമ്പ് എന്നൊന്നും പറഞ്ഞില്ല. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് പെരുമ്പാമ്പാന്ന് പറഞ്ഞത്. അപ്പൊ നമ്മള് എന്താ പറയാ ഇനിയിപ്പോ വീട്ടുകാരും നാട്ടുകാരും ഒന്നും ഭീതിപ്പെടുത്തുന്നില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് കുറച്ച് വിറകുണ്ട്, എന്താവും എന്നുള്ളത് അറിയില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പെരുമ്പാമ്പാണ്. അപ്പൊ എങ്ങനെ വിറക് മൊത്തം പുറത്തെടുക്കേണ്ടി വരുമെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ വന്ന് എത്രയും പെട്ടെന്ന് ആളെ റെസ്ക്യൂ ചെയ്യാനുള്ള പരിപാടിയിലാണ്. നാട്ടുകാരൊക്കെ ഉണ്ട്. എല്ലാവരും നാട്ടുകാർ നല്ല കട്ട സപ്പോർട്ടാണ്. ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത നാട്ടുകാരാണ്. പിന്നെ അതായത് ഞാനാക്കിയ ഒരു നാട്ടുകാരെന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ ഇവരൊരു ബുദ്ധിമുട്ട് തീർക്കാൻ നമ്മളെ വിളിച്ചതിലും ഇങ്ങോട്ട് വരാൻ പറ്റി ബുദ്ധിമുട്ട് തീർക്കാൻ പറ്റുന്നതിലും ഒരുപാട് സന്തോഷം. അപ്പോഴേ നമ്മൾ സമയം കളയില്ല, എത്രയും പെട്ടെന്ന് ആളെ റെസ്ക്യൂ ചെയ്ത് വീട്ടുകാർ നാട്ടുകാർ എല്ലാവരും എന്താ പറയാ ഭീതി അകറ്റി കൊടുക്കുക. അപ്പൊ നമ്മൾ റെസ്ക്യൂക്ക് പോവല്ലേ. അപ്പൊ നമ്മൾ അന്നത്തെ ക്യാമറമാനായിരുന്നു എന്തായിരുന്നു തന്നെ അഫ്സൽക്കാക്കാണ്. അപ്പൊ നിങ്ങളെ വീടൊന്നുള്ളത്. അപ്പൊ മുതലാളി ഇപ്പൊ കൊച്ചു മുതലാളിയാണ്. അപ്പൊ കൊച്ചു മുതലാളിയാണ് നമ്മൾ ഇന്നത്തെ ക്യാമറമാന്. പിന്നെ ഇവിടെ നമ്മളെ ചങ്കൊക്കെ ഉണ്ട് കേട്ടാ, മൈൻഡ് ചെയ്യണില്ല നമ്മളെ. പിന്നെ ഇവിടെ എല്ലാരും ഉണ്ട്. അപ്പൊ നമ്മള് പോവല്ലെന്നാല് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹകരിച്ച് തരിക. അതായത് വിട്ടൊന്ന് സഹകരിക്കുക. കാരണം പെരുമ്പാമ്പാണ് നമ്മൾക്ക് പിടിക്കണേ. ഒരിക്കലും ഒരു പാമ്പിനെ പിടിക്കണേ കാണിക്കാൻ പറ്റൂല. പക്ഷെ നമ്മൾക്ക് പുറത്ത് കൊണ്ടുവന്ന് പിടിക്കേണ്ട കേസൊക്കെ ഉണ്ട്. ഇതിനൊരിക്കലും പുറത്ത് കൊണ്ടുവന്നിട്ട് പിടിക്കാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ നമ്മളെ ബാഗിന്റെ ഉള്ളിൽ കാക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് സഹകരിക്കുക. ഓക്കെ പോവല്ലെന്നാല് ഒന്നായിക്കോട്ടെ. ഓക്കെ. അപ്പോഴേ നമ്മളെ റെസ്ക്യൂവിലേക്ക് പോവുകയാണ്. ഇവിടെ അധികം ആളില്ല, എന്നാ ഒരുപാട് ആൾക്കാരുണ്ട്. കുറച്ചൊരു എന്താ പറയാ ഇരുട്ടൊക്കെയാണ്. എന്നാലും എവിടെ നമ്മളാ സാധനങ്ങളൊക്കെ എടുത്താ അല്ല നമ്മളാ ബാഗ് എടുക്കാൻ പറയും. നമ്മളെ ചങ്കളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് എന്താ പറയാ ജീവിതത്തിൽ ഒഴിച്ചു മാറ്റാൻ പറ്റാത്തൊരു സ്ഥലമാണ് ഈ ഉണ്ണിയാല് എന്ന് പറഞ്ഞൊരു ഭാഗം അല്ലെ. ഉണ്ണിയാൽ ആലിഞ്ചോട്, അതായത് നമ്മളാക്കിയത്, അതായത് നമ്മള് അത്രയും ഒരു ഇതില് ജീവിച്ച വ്യക്തിനെ ഒരു ലോകത്തെത്തിച്ചത് ഈ ഒരു നാട്ടുകാരാണ്. അപ്പൊ അതില് ഒരുപാട് എന്താ പറയാ സംഭവം നമ്മളെ ജോലിക്കാണ് വന്നിട്ടുണ്ടെങ്കിലും ജോലി സ്ഥലത്തുള്ള സഹകരണം ഒന്ന് വേറെ തന്നെയാണ് അല്ലെ. അപ്പൊ അത് നമുക്ക് അറിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ എന്താ പറയാ ഉണ്ണിയാല് ആലിഞ്ചോട് ഭാഗത്തു നിന്നൊക്കെ. അപ്പൊ അവരുടെ ഇടയിൽ നിന്ന് അതായത് അവർക്കൊരു ഉപകാരം എനിക്ക് ചെയ്യാൻ പറ്റണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ സന്തോഷമാണ്. കുട്ടാ അപ്പോഴേ നമ്മളെ ആള് വന്നിരിക്കണത് ഇതാ ഇവരെ അടുക്കളയിലോട് ചാരിയിട്ട് നമ്മളെ വിറക് വരണ്ട്, വിറക് വരയിലാണ്. അപ്പൊ നമുക്ക് ആളെ കാണുന്നുണ്ടായിരുന്നില്ലേ. ഇപ്പൊ ഇവരൊക്കെ പാടെ തുലുമുണ്ടാക്കിയിട്ട് ഉള്ളിൽ പോയിരിക്കാണ്. അപ്പൊ നമ്മളെ ഒട്ടും സമയം കളയുന്നില്ല. ഇനി ബാക്കി കുറച്ച് വിറകെടുത്തിട്ടെങ്കിലും പെട്ടെന്ന് നമ്മളെ കാര്യങ്ങൾ നടത്താം. പിന്നെ ഇത് കയ്യിന്ന് പോയിക്ക് തോന്നണേ, കുറച്ച് വിറക് തോനെ വേണ്ടി വരും. അപ്പൊ എന്തായാലും ഇവിടുന്ന് കുറച്ച് വിറക് നമുക്ക് ഒഴിവാക്കട്ടോ. കേപ്പടാണ് ഈ ഇത് കൂടി ഹുക്ക് ഉണ്ട്. ഉള്ളി പോയി അതിനകത്ത് ആക്കരുത്. ഉള്ളിലേക്കാ പോയി വീടുള്ള മറിക്കണം. മാറിക്കണം. അതിലൊന്നും കൊള്ളൂല. മോളി നേരെ സൈക്കിൾ വെക്കാം. മറ്റേ കൊടുമ്പ് കൂടെ എത്തുമ്പോ കാണും. നമുക്ക് വിചാരിച്ച പോലെ പെട്ടെന്ന് കിട്ടൂല. അതന്നെ ആ സാധനം കൂടെ എടുക്കുമ്പോ കാണും. നിങ്ങൾ എല്ലാരും കൂടി സൗണ്ട് ഉണ്ടാക്കിട്ടേ പോയത്. ഇല്ലേ അതേപോലെ കിടക്കുവായിരുന്നേ. എന്നാ പറയൂ, ഫോളോവേഴ്സിന് വേണ്ടി എന്തെങ്കിലും പറയൂ. ആയിട്ടില്ല ശശി
മട ഈ ഓട്ട കാണുന്നു. ഹായ് ഗൈസ്. ഇവിടുന്ന് നേരെ ആയി കയറിയ പിന്നെ കേറും പോസേ എല്ലാരും കാണും. ഞാൻ മൂലക്കലുണ്ടാവും ഈ ആ മൂല അതാ എടുക്കാതാ കാണാ കാണുന്നു അതാ കാണുന്നു കണ്ടേ കൊച്ചിനാണ് പോയിക്കൂടെ മുകളിൽ ആദ്യം കൈക്കോടുണ്ട് മണ്ണുള്ളി ഈ ഭാഗം ഇളക്കി ഇളക്കി പോയാൽ ചെറുതാക്കിയാൽ പോയിക്കോളും. അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും പിടിക്കാം. അപ്പൊ നമ്മളാളിവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ എങ്ങോട്ട് പായുന്നുള്ളത് അറിയില്ല. ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് നിങ്ങളെ ഇടിക്കട്ടോ. അവിടെ നിന്ന് ഇടിക്കും. അതെടുത്ത് ആയിക്കോട്ടെ മതി. അപ്പോൾ അത്യാവശ്യം സൈസുള്ള ആളാണ്. നമുക്ക് എങ്ങനെ ചാടാന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പൊ ആ വഴിയിൽ നിന്ന് എല്ലാരും ഒന്നുകൊണ്ട് മാറുന്നത്. അതിന്റെ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ പെരുമ്പാമ്പാണ്. നമ്മളെ നല്ല പവറാ വേൾഡ്. തലൊക്കെ എവിടെയാണ്? സ്ഥലമാണ് കണ്ട മുകളിൽ ഏറ്റവും മുകളിൽ ഉണ്ടാക്കണ വീഡിയോ എടുത്തു സുന്ദരായിട്ട് കേട്ടോ. സിമ്പിൾ പരിപാടിയായിട്ട് നമുക്ക് ഇറങ്ങല്ല രണ്ടു വാക്ക് പറഞ്ഞ രണ്ടു വാക്ക് പറയാം. രണ്ടു വാക്കൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് പറയാം. എല്ലാരും ഉണ്ടല്ലോ പറയാൻ. വലിയൊരു റിസ്ക് ഇല്ലാത്ത പിടുത്തം അല്ലെ. വിറകെടുത്ത് വേറെ പ്രത്യേകിച്ച് ഒന്ന് വെച്ചാലേ ഇവിടെ നിന്ന് കൈ എടുക്കുക. ആ വിറകെടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സമാധാനമായിക്കോട്ടെ. അപ്പൊ നമ്മള് അങ്ങനെ എടുക്കൂല. അതാണ് സാധനം. വേറെ ആളുകളാക്കി കൂടുതൽ പ്രദർശിപ്പിക്കുമ്പോഴൊക്കെയാണ് കടി കിട്ടാൻ സാധ്യത കുറവ്. ഇത് കടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ആ പരിപാടിക്ക് നമ്മൾ നിൽക്കൂല. അപ്പൊ അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞ പിടിക്കാൻ. ഇനിയിപ്പോ ഞങ്ങൾക്ക് വീഡിയോയിൽ കാണാം കേട്ടാ. തുറക്കൂല കേട്ടോ.
കെട്ടാനൊരു സാധനം എന്താണ് ഇത്ര അല്പുണ്ട് ചാക്കിലാ ഒരു സാധനം അതന്നെ. അപ്പോഴേ നമ്മളെ സവാതാക്കാന്റെ സ്വന്തം പാമ്പിനെ അല്ല സ്വന്തം പെരുമ്പാമ്പിനെ സവാതാക്ക പോത്തർച്ചും മറ്റുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് ഗുണ്ടറാവ് ആക്കിയ പെരുമ്പാമ്പിനെ നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നാട്ടുകാരെ സഹകരണത്തോട് കൂടി മാത്രം അതിനെ സേഫാക്കി റെസ്ക്യൂ ചെയ്ത് നമ്മളെ ക്യാമറമാനായിരുന്നു വീഡിയോ ഒക്കെ എന്താക്കിയെന്നുള്ളത് അറിയില്ല. അപ്പോഴേ എന്താ പറയാ നമ്മളെ എന്താ പറയാ ചങ്കുകളാണ്. ചങ്കുകളിനേക്കാൾ അപ്പുറം എന്റെ ബ്രദേഴ്സാണ്. അതൊക്കെ എന്താ പറയാ ആദ്യം തന്നെ ഞാൻ പറയാണ്. എന്തേ പറയണ്ടോ ഞങ്ങൾക്ക്? നമ്മളെ സ്വന്തം ചേച്ചിയാണ്. പെട്ടെന്ന് പിടിച്ച് സമാധാനായി. അപ്പോഴേ വേറെ ഒന്നുമില്ല. പാമ്പിനെ എതിർന്നിട്ട് നമ്മളെ പാമ്പിന്റെ മുതലാളിയാണത്. ഒന്നും പറയാൻ ഒന്നുമില്ല. അപ്പൊ ഓക്കെ. അപ്പൊ നമ്മളെ റെസ്ക്യൂ കഴിഞ്ഞ് നമ്മളന്നത്തെ ഈ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.